ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ് ട്രൈ വിത്ത് അൻസൽ. ഇത് ഒരു മൂവി റിവ്യൂ അല്ല, പകരം വരാൻ പോകുന്ന ഒരു മൂവിയെക്കുറിച്ചുള്ള, ഒരു മലയാള സിനിമയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സിനിമ മറ്റൊന്നുമല്ല, ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക്. ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം എന്ന സിനിമ, അതെ, ആടുജീവിതം എന്ന സിനിമ മാർച്ച് 28, 2024 ലോകമെമ്പാടും റിലീസാകുകയാണ്. ഈ സിനിമയുടെ ഒരു ജേണി, അതായത് എങ്ങനെയാണ് ഇത് സിനിമയാകുന്നതെന്നും അത് എന്തൊക്കെയാണ് അതിലൂടെ കടന്നു പോയതെന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യം പറയേണ്ടത് ആടുജീവിതം എന്ന നോവലിനെ കുറിച്ചാണ്. മലയാളത്തിൽ വളരെ ഹിറ്റായിട്ടുള്ള, അതായത് ഒരുപാട് ഏതാണ്ട് 2 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റ സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു നോവലാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ബെന്യാമിൻ എഴുതിയ ഒരു നോവലാണ്. പ്രവാസി മലയാളികളെക്കുറിച്ച് ഒരു നോവൽ എഴുതണം എന്ന്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ജീവിതത്തെക്കുറിച്ചുള്ളൊരു നോവൽ എഴുതാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ബെന്യാമിൻ്റെ അടുത്തേക്ക് ഈ ഒരു കഥ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. 1993 എനിക്ക് ആ ഒരു പീരീഡ്, അതായത് 80-90 കാലഘട്ടങ്ങളിലൊക്കെ മലയാളികൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കണം, അപ്പം നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ കൂടി മലയാളികൾ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഗൾഫിൽ പോകണം. ഇപ്പോൾ സർക്കാർ ജോലി ഉള്ള ആളായാൽ പോലും അവർ ജോലി രാജിവെച്ച്, അല്ലെങ്കിൽ ജോലി ലീവ് എടുത്തിട്ട് അവർ ഗൾഫ് നാടുകളിൽ പോകുമായിരുന്നു. കാരണം നല്ല ശമ്പളവും നല്ല ജീവിത ചുറ്റുപാടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയമെന്ന് പറയുന്നത്. അത്തരത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങാൻ തയ്യാറായ ഒരാളായിരുന്നു നജീബ്, കായംകുളത്തുകാരൻ നജീബ് എന്ന് പറയുന്ന ഒരാൾ. ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ജോലിക്കുള്ള വിസ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വിസയ്ക്ക് അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന് പൈസയൊക്കെ കൊടുത്ത് ഒരു വിസ തരപ്പെടുത്തിയെടുത്ത് ഗൾഫിലേക്ക് വിമാനത്തിൽ യാത്രയായ നജീബ് ചെന്നെത്തപ്പെട്ടത് ഒരു മരുഭൂമിയിലാണ്. കുറേ ആടുകളെ മേയ്ക്കാനായിട്ടാണ് നജീബിനെ അവിടേക്ക് കൊണ്ടുപോയത്. അവിടെ പോകുന്ന യാത്രയിൽ തന്നെ, അതായത് എയർപോർട്ടിൽ നിന്നൊരു അർബാബിനെ കണ്ടുമുട്ടുകയും അർബാബ് തൻ്റെ സ്പോൺസറാണെന്ന് കരുതി അർബാബിൻ്റെ കൂടെ പോവുകയും ചെന്ന് ആ യാത്രയിൽ തന്നെ നജീബിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു കുരുക്കിലേക്കാണ്, ഒരു ട്രാപ്പിലേക്കാണ് പോകുന്നതെന്ന്. അവിടെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് വർഷങ്ങൾ, എനിക്കൊന്ന് 3-4 വർഷത്തോളം ആ ഒരു മരുഭൂമിയിൽ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ, ആരുമായിട്ടും ഇടപഴകാതെ ആടുകളുടെ ഇടയിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യനായിട്ട് ഒരു വിധത്തിൽ അവിടുന്ന് 1-2 സുഹൃത്തുക്കളെ കിട്ടുകയും അവരുമായി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിനുശേഷം ഒരു റെഫ്യൂജി ക്യാമ്പിൽ എത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നതും, പിന്നെ അവസാനം എങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ഈ ഒരു ബുക്കിൻ്റെ, ഈ ഒരു നോവലിൻ്റെ യഥാർത്ഥ കഥ എന്ന് പറയുന്നത്. ഇത് റിയലായിട്ട് നടന്ന ഒരു സംഭവത്തെ തന്നെയാണ് ബെന്യാമിൻ അത് നോവലാക്കി ആവിഷ്കരിച്ചിരിക്കുന്നത്. 2008 ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാനിത് വായിക്കുന്നത്, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് 2-3-4 വർഷം മുന്നെയാണ് ഈ ഒരു നോവൽ ഞാൻ വായിച്ചത്. അത് വായിച്ചപ്പോൾ തന്നെ ആക്ച്വലി നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു നോവലാണ്. ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു നോവലാണ് ആടുജീവിതം എന്ന് പറയുന്നത്. കാരണം ആ മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഹൃദയമുള്ള ഏതൊരു മനുഷ്യനായാലും അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. കാരണം ഭയങ്കര ഫീൽ ചെയ്യും. അതിൻ്റെ അവസാനമൊക്കെ ഭയങ്കര ഇതായിട്ട്, കാരണം ഞാനത് ഒരു കഥ വായിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാനത് വിഷ്വലൈസ് ചെയ്ത് വായിക്കുമ്പോൾ
അതൊരു സിനിമയായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിലും കണ്ടത്. അതിൻ്റെ ക്ലൈമാക്സ്, ആ ഒരു അവസാന ഭാഗമൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, അയ്യോ എന്ത് സംഭവിക്കും, ഇതെന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന രീതിയിൽ എനിക്ക് തന്നെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആ ഒരു നോവൽ വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എനിക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പലർക്കും അത് തോന്നിയിട്ടുണ്ടെങ്കിൽ, ബ്ലസ്സി 2008 ഈ നോവൽ വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനും അത് ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ബെന്യാമിനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിന് ഇത് സിനിമയാക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം കടന്നത്. എനിക്ക് തോന്നുന്നു 2009 അത് ബ്ലസ്സി തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്ലസ്സിയുടെ ഞാൻ 1-2 അടുത്ത് ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ആ ഒരു നോവൽ വായിച്ചപ്പോൾ അദ്ദേഹം വിഷ്വലൈസ് ചെയ്ത് കണ്ടത് അദ്ദേഹത്തിന് സിനിമയാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം ആ സമയത്ത് ബ്ലസ്സി ചെയ്ത സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ബ്ലസ്സിയുടെ സിനിമകളെന്ന് പറയുന്നത് എല്ലാം വളരെ ക്ലാസിക് സിനിമകളാണ്. എല്ലാം തിയേറ്ററിൽ വലിയ ഹിറ്റായിട്ടുള്ള പടങ്ങളായിരിക്കില്ല, പക്ഷേ എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ടും അഫക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ബ്ലസ്സി കൂടുതലും ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ആദ്യത്തെ കാഴ്ച ഭയങ്കരമായിട്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനപ്പുറമാണ് തന്മാത്ര എന്ന് പറയുന്ന സിനിമ. അതിനപ്പുറം പളുങ്ക് എനിക്ക് തിയേറ്ററിൽ വലിയ ഫ്ലോപ്പായിരുന്നു, പക്ഷേ നല്ലൊരു സിനിമയാണ്. അതും നമ്മുടെ ഭയങ്കര ടച്ച് ചെയ്യുന്ന രീതിയിലൊരു സിനിമയായിരുന്നു. പിന്നെ ഉള്ളൊരു സിനിമ, പിന്നെ ഭ്രമരം ഒരു രക്ഷയില്ലാത്ത സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പ്രണയം, പിന്നെ എനിക്ക് ഒരു സിനിമയും കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബിജു മേനോനും ശ്വേത മേനോനും ആയിട്ട് അഭിനയിച്ചു. അതായിരുന്നു എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമ. അതിനുശേഷം 2009 മുതൽ ഈ 15 വർഷക്കാലം അദ്ദേഹം വേറെ ഒരു സിനിമയും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഒരു സിനിമയും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ ഈ ഒരു സിനിമ മാത്രമായിരുന്നു. 2009 അദ്ദേഹം ബെന്യാമിനുമായിട്ട് ഒരു എഗ്രിമെൻ്റ് എത്തി. പക്ഷേ ആ ടൈമിൽ ലാൽ ജോസും ഈ സിനിമ ചെയ്യാനായിട്ട് ഇതൊരു സിനിമയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓൾറെഡി ലാൽ ജോസ് ബെന്യാമിനുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ എത്തിയിരുന്നു. പക്ഷേ ബ്ലസ്സി അതൊരു സിനിമ ആക്കണമെന്ന് ആഗ്രഹിച്ചു. ബ്ലസ്സിയുടെ ക്യാൻവാസ് വളരെ വലുതായിരുന്നു ഈ സിനിമയ്ക്ക്. ഭയങ്കര ബഡ്ജറ്റുള്ള, ഭയങ്കരമായിട്ട് ഒരു വിഷ്വലി ഭയങ്കര എഫക്റ്റ് ഭയങ്കര എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ടൊരു വലിയൊരു ക്യാൻവാസിലുള്ളൊരു സിനിമയാണ് ആക്ച്വലി ബ്ലസ്സി ഇത് പ്ലാൻ ചെയ്തത്. അദ്ദേഹം ലാൽ ജോസുമായിട്ട് സംസാരിക്കുകയും അവർ തമ്മിൽ ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് എത്തുകയും അങ്ങനെയാണ് ആക്ച്വലി ബ്ലസ്സി തന്നെ ഈ സിനിമ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ വർക്കിലേക്ക് തുടങ്ങിയത്. പക്ഷേ 2009 മുതൽ എനിക്ക് തോന്നുന്നു 6-7 വർഷം എടുത്തു ഈ ഒരു സിനിമ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് എത്താനായിട്ട്. ബ്ലസ്സി ഇതിൻ്റെ തിരക്കഥകളും കാര്യങ്ങളുമൊക്കെ ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു 6 വർഷക്കാലം ഇത് ഡിലേ വന്നത്, ഇതിനൊരു പ്രൊഡക്ഷൻ ഡിലേ വരാൻ കാരണം ഇതിൻ്റെ ക്യാൻവാസ് വളരെ വലുതായിരുന്നു. കാരണം അത്രയും ബഡ്ജറ്റ് ഒരു മലയാള സിനിമയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു പീരീഡിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു ബഡ്ജറ്റായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് പ്ലാൻ വേണ്ടിയിരുന്നത്. അത് മലയാള സിനിമയിൽ ഒരിക്കലും ഒരു 4 കോടി 5 കോടി സിനിമകൾ ചെയ്യുന്നല്ലാതെ അതിൽ കൂടുതൽ വലിയ ബഡ്ജറ്റിൽ അധികം സിനിമകളൊന്നും അധികം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് പഴശ്ശിരാജയൊക്കെ ആയിരുന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിലവ് വന്നിട്ടുള്ള പടം. അത് കഴിഞ്ഞിട്ട് അധികം വലിയ സിനിമകളൊന്നും വന്നിട്ടില്ല, വലിയ മുതൽ മുടക്കിലൊന്നും സിനിമകൾ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു 4-5 വർഷമായിട്ടാണ് ഒരുപാട് സിനിമകൾ, എനിക്കൊന്ന് പുലിമുരുകൻ ഒരു 100 കോടി ക്ലബിൽ കയറി. ഇതിന് ശേഷമാണ് ഒരുപാട് സിനിമകൾ, വലിയ ബഡ്ജറ്റിൽ സിനിമകൾ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത്. മലയാള സിനിമയ്ക്കും ഇത്രയും ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആലോചിക്കാൻ തുടങ്ങിയത് ഈ ഒരു കഴിഞ്ഞ 4-5-6 വർഷത്തിനിടയ്ക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും ഡിലേ വന്നതും. എനിക്ക് തോന്നുന്നു കുറച്ച് US ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ഷൻ കമ്പനീസാണ് ഈ ഒരു സിനിമയ്ക്ക് മുതൽ മുടക്കുന്നത്, പ്രൊഡക്ഷനായിട്ട് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും വലിയ പ്രൊഡക്ഷൻ കമ്പനി വരുമ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും വലിയ ആൾക്കാരായിരിക്കും. ഇതിൻ്റെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം വളരെ വളരെ എന്താ പറയുക,
കഴിവുള്ളവരും വളരെ ടാലൻ്റ് ഉള്ളവരും ഒരുപാട് കഴിവ് തെളിയിച്ച ആൾക്കാരുമാണ്. ഇപ്പം ബ്ലസി അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കിടിലമായിട്ടുള്ള നല്ല സൂപ്പർ തിരക്കഥകളും നമ്മളെ ഏറ്റവും കൂടുതലും ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ഒരാളാണ് ബ്ലസി. പൃഥ്വിരാജ് ഇതിനു വേണ്ടി മാത്രം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പല ഇൻ്റർവ്യൂകളിലും റീസെൻ്റായിട്ട് വന്ന പല ഇൻ്റർവ്യൂകളിലും ഈ ഒരു സിനിമയെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയുകയുണ്ടായി. കാരണം ലൈഫിൽ ഒരിക്കലും ഇനി ഇങ്ങനൊരു സിനിമ അയാൾ അദ്ദേഹം ചെയ്യില്ല എന്നാണ് പൃഥ്വിരാജ് തന്നെ പറഞ്ഞത്. കാരണം അതിനായിട്ട് എടുത്തിട്ടുള്ള എഫേർട്ട് ഒരുപാട് ഇപ്പം വളരെ അദ്ദേഹത്തിന് അറിയാം. കാരണം ഭയങ്കരമായിട്ട് ഫിസിക്കലി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വെയിറ്റ് ഒരുപാട് കൂട്ടുകയും ഒരുപാട് കുറയ്ക്കുകയും നമ്മൾ തന്നെ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഷൂട്ടിന് കോവിഡിൻ്റെ ടൈമിൽ കുറച്ച് ബ്രേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം പുറത്തുനിന്ന്, അതായത് ജോർദാനിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുള്ളൊരു ഫിസിക്കായിരുന്നു പൃഥ്വിരാജിനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്. ലൈഫിൽ ഇനി ഇങ്ങനൊരു എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്, ഒരിക്കലും എടുക്കുകയില്ല എന്നാണ് ആണയിട്ട് പൃഥ്വിരാജ് പറയുന്നത്. കാരണം ഒരു ഹെൽത്തി അല്ലാത്ത ഒരുപാട് ഡയറ്റൊക്കെ അദ്ദേഹത്തിന് ഫോളോ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ആടുജീവിതമായിരിക്കും എന്നാണ്. കാരണം ഒരു 15 വർഷം എടുത്തു ഈ ഒരു സിനിമ പ്രോപ്പറായിട്ട് ഒരു സിനിമയായിട്ട് വെളിയിലേക്ക് വരാൻ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂകളിലും പറയുകയുണ്ടായി. കാരണം ഇത് ഒരുപാട് ഡിലേ ആയി. ഒരു 2015 പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2018 17 തോന്നുന്നു ഇത് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇനീഷ്യൽ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്ന് 2017 ഷൂട്ടിങ് തുടങ്ങി 2018 19 റിലീസ് ചെയ്യിക്കാനായിരുന്നു ഇനീഷ്യൽ പ്ലാൻ. പക്ഷേ ലൊക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോബ്ലംസും പെർമിഷൻസൊന്നും കിട്ടാതെ വരികയൊക്കെ ചെയ്തു. പൃഥ്വിരാജ് തന്നെ പറയുകയുണ്ടായി, അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ബ്ലസി പൃഥ്വിരാജിനെ ചേർത്ത് പിടിച്ച് കുറച്ച് നേരം കരഞ്ഞു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു സിനിമയാണ് ആടുജീവിതം എന്ന്. അത്രമാത്രം ലൈഫിൽ ഇനി ഒരു സിനിമയും ചെയ്യേണ്ട എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും ബ്ലസി അത് ചിന്തിച്ചിട്ടുണ്ടാവും. അത്രമാത്രം എഫേർട്ട്, അത്രമാത്രം പാഷനും അദ്ദേഹം ഈ സിനിമയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ വർക്കിലുണ്ട്. അതെനിക്ക് 2017 ഷൂട്ടിംഗ് തുടങ്ങി, 2017 സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പല ഷെഡ്യൂളുകളായിട്ട് എനിക്കൊന്ന് പല സ്ഥലങ്ങളിലാണ്, അൾജീരിയയിലും ജോർദാനിലും ഒക്കെ ഇത് ഷൂട്ട് ചെയ്തു. പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂകളിലും പറയുകയുണ്ടായി, അത് ചില സമയങ്ങളിൽ ചില പീരീഡുകളിൽ മാത്രമേ ഇത് ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ടൈം മാറ്റി വെക്കേണ്ടി വന്നു, പല സിനിമകളും മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ആ പീരീഡിൽ മാത്രം പോയി ഷൂട്ട് ചെയ്യും. അങ്ങനെ പോയപ്പോഴാണ് ആക്ച്വലി കോവിഡിൻ്റെ ടൈമിൽ ഇവർ അവിടെ ജോർദാനിൽ പെട്ടുപോവുകയും ഏകദേശം 70 ദിവസത്തോളം ഇവരവിടെ പെട്ടുപോവുകയും അതിനുശേഷം ഇവരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് മറ്റേ വന്ദേ ഭാരത് മിഷനിലൂടെ അവരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരികയും ഒക്കെ ചെയ്തൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വന്നിരുന്നു. ഏകദേശം എന്തായാലും ഇതിന് ബാക്കിയുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞു, ബ്ലസിയുടെ കാര്യം പറഞ്ഞു. ഇതിനെ മ്യൂസിക് ചെയ്യുന്നത് AR റഹ്മാനാണ്. അതുപോലെ എഡിറ്റിംഗ് ശ്രീകർ പ്രസാദാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. സൗണ്ട് ഡിസൈനിങ്, സൗണ്ട് ഡയറക്ഷൻ എനിക്ക് റസൂൽ പൂക്കുട്ടിയാണ് ഇതിൻ്റെ സൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് വലിയ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഇതിന് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി അറബിക് ആക്ടേഴ്സും ഒമാനിയൻ ആക്ടേഴ്സും ഒക്കെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ വായിച്ചത്, എനിക്ക് തോന്നുന്നു ഇതിന് ഒരു അറബിക് ഡയലോഗ്സിന് എന്താ പറയുക ട്രാൻസ്ലേഷൻസ് ഉണ്ടാവില്ല എന്നുള്ള പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡയലോഗ് പറയുമ്പോൾ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്യുവറായിട്ട് ആ ഒരു പ്രോപ്പർ വേയിലായിരിക്കും ഈ സിനിമ ഉണ്ടാകുക എന്നുള്ളതാണ്. എനിക്ക് 2022 ഇതിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വളരെ യാദൃശ്ചികമായിട്ട് ഇതിൻ്റെ ഒരു ട്രെയിലർ ലീക്ക് ചെയ്യുകയുണ്ടായി. ഏകദേശം 2-2.5 മിനിറ്റ് എങ്ങാണ്ട് ദൈർഘ്യമുള്ളൊരു ട്രെയിലർ ലീക്കാകുകയുണ്ടായി. അത് എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എങ്ങാണ്ട്
US എവിടേക്കോ അവരെന്തോ കാണിക്കാൻ വേണ്ടി അയച്ച ഒരു ചെറിയ വീഡിയോ, അതായത് കംപ്ലീറ്റ്ലി എഡിറ്റഡ് വേർഷൻ ആയിരുന്നില്ല. ഓൾമോസ്റ്റ് 50% എഡിറ്റിംഗ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് 50% മ്യൂസിക് മാത്രം കംപ്ലീറ്റ് ചെയ്തൊരു വേർഷനാണ് അത് യൂട്യൂബിൽ റിലീസാവുകയും പിന്നെ ഒടുവിൽ അത് പൃഥ്വിരാജ് തന്നെ പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അത് ആക്സിഡൻ്റലായിട്ട് റിലീസ് ചെയ്തതാണ് എന്നാണ് അന്ന് ന്യൂസ് വന്നത്. പക്ഷേ ആ കോണ്ടൻറ്റ് ആ ഇറങ്ങിയ ട്രെയിലറിൻ്റെ ക്വാളിറ്റി കണ്ടാൽ അറിയാം, ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എവർ ദാറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ഇന്ത്യ. കാരണം അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ വിഷ്വൽസിന്, അത്രമാത്രം കിടിലമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു 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 കോണ്ടൻ്റ് ആയിരുന്നു ആക്ച്വലി ആ ട്രെയിലറിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂവി കാണാൻ ഇത് എനിക്ക് തോന്നുന്നു വിഷുവിന് April 10 ആദ്യം റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ അത് മാറ്റി അവർ മാർച്ച് 28, 2024 ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യും. കാരണം ഇതിൻ്റെ കൂടെ മറ്റൊരു സിനിമയും റിലീസ് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു ഫുൾ തിയേറ്ററിക്കൽ റൺ ഈ സിനിമയ്ക്ക് മാത്രം കിട്ടണം എന്ന് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഫിലിം മേക്കേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഏർലി റിലീസ് കൊടുത്ത് മുന്നേ റിലീസ് കൊടുത്തിട്ട് ഇതിന് മാത്രമായിട്ട് ഈ ഒരു ഡേയിൽ 28-ാം തീയതി വേറെ ഒരു സിനിമയും റിലീസ് ഉണ്ടാകില്ല, ഇത് മാത്രമായിരിക്കും റിലീസ് ചെയ്യുക. അപ്പോൾ എൻറ്റയർ തിയേറ്റേഴ്സും മാക്സിമം തിയേറ്ററുകളിൽ ആടുജീവിതമായിരിക്കും ഉണ്ടാകുക. കാരണം ആ ഒരു അത്രമാത്രം എഫേർട്ട് ഇട്ട് അത്രമാത്രം ബഡ്ജറ്റുള്ളൊരു മൂവിയാണ്. ആ ഒരു മൂവി മാക്സിമം ആൾക്കാർ കാണണം, തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളത് ഏതൊരു ഫിലിം മേക്കറും ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വളരെ വലിയ ഹിറ്റായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനത് തിയേറ്ററിൽ കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് റിലീസ് ചെയ്യും എന്നെനിക്കറിയില്ല. എന്തായാലും ഉറപ്പാണ് ഇവിടെ റിലീസ് ചെയ്യുക എന്നുള്ളത് മാക്സിമം ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഈഗർലി ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. പക്ഷേ വൈ ഐ തോട്ട് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു എന്നുള്ളത്, ഞാൻ എത്രമാത്രം എക്സൈറ്റഡ് ആണോ എന്നതുപോലെ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ മലയക്കോട്ടെ വാലിബൻ അങ്ങനെയുള്ള സിനിമകൾക്ക് കിട്ടിയൊരു ഹൈപ്പ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രൊമോഷൻസും കാര്യങ്ങളും ഒന്നും അധികം വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ആരും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും പുറത്ത് വരാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ദിസ് മൂവി ഡിസേർവ്സ് എ ഹൈപ്പ് ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. കാരണം ബ്ലസ്സി പലയിടത്തും ഞാൻ വായിച്ചു, ഈ ഒരു സിനിമ നോവൽ എക്സാക്ട്ലി എങ്ങനെയാണ് എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ സിനിമയ്ക്ക് പോകരുത്. ആ നോവലിന് അതീതമായിട്ട്, നോവലിൽ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് അതുപോലെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നോവലിന് അതീതമായിട്ട് ഈ ഒരു സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ബ്ലസ്സി പറയുന്നത്. അതിലും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടൊരു ഫാക്ടറുണ്ട്, ഇതൊരു 3Dയിലാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു 3D ആയിരുന്നു എന്നുള്ളത്. ഞാനൊരു 1-2 ആർട്ടിക്കിൾസും ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും നോക്കിയപ്പോഴാണ് ഇത് 3Dയിലാണ് ഈ ഫിലിം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് എനിക്ക് ക്ലിയർ അല്ല, അത് 3D തന്നെ ആയിരിക്കുമോ വരുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ബട്ട് 3Dയിലാണ് ഇത് കംപ്ലീറ്റ്ലി മേക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ബട്ട് ഒരിക്കലും നോർമലായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ് ഈ ഒരു സിനിമ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ചർച്ച എന്ന് പറയുന്നത് നോവലും ഇത് സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കും. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നോവലിൽ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ നമുക്ക് വിഷ്വലി കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ദ മൂവി വിൽ ഹാവ് ലോട്ട് മോർ തിങ്സ്. നമ്മൾ നോവലിൽ കണ്ടത് മാത്രമായിരിക്കില്ല സിനിമയിലുള്ളത്, ഒരുപാട് കാര്യങ്ങൾ അഡീഷണലായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ വെരി മച്ച് എക്സൈറ്റഡ്. ഐ എം ഗോയിങ് വിത്ത് എ ഓപ്പൺ മൈൻഡ്. ഞാൻ എനിക്ക് ഒരു പ്രതീക്ഷയും വെക്കാതെ ഞാൻ ഡയറക്റ്റ്ലി പടം കാണും. എങ്ങനെയാണ് ആ ഡയറക്ടർ പടം തന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഡയറക്ടർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, അത് കാണാനാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടായിരിക്കില്ല ഞാൻ ഈ ഒരു സിനിമയ്ക്ക് പോകുന്നത്. നിങ്ങളും അതുപോലെ പോയാൽ ഓഫ് കോഴ്സ് യു വിൽ എൻജോയ് ദ മൂവി എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ മാർച്ച് 28 വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ സിനിമ നമ്മുടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലാകട്ടെ എന്ന്, അല്ലെങ്കിൽ മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ സീൻ മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ബൈ.